അവൻ പുറകിൽ നിന്ന് വിളിച്ചു. വണ്ടി പഞ്ചറായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. രാവിലെ എടുത്തപ്പോൾ കൂട്ടത്തിലുണ്ട്. അത് വെച്ച് സ്പാർക്കായിട്ട് തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വണ്ടിക്ക് തീ പിടിക്കും. ഉങ്ങളെ പാക്ക ரொம்ப അഴകാ ഇருக்கு. താങ്ക് യു. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ്. അതായത് പച്ച ബിന്നിൻ്റെ കളക്ഷനും പ്രോസസ്സിങ്ങും ആണ്. ബ്ലാക്ക് ബിന്നിൻ്റെ കളക്ഷനും പ്രോസസ്സിങ്ങും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ആ വീഡിയോസ് കണ്ടായിരുന്നു. ഒത്തിരി നല്ല റെസ്പോൺസാണ് എനിക്ക് വന്നത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഡെന്നീസീകൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. യു കെയിലെ ഓൾമോസ്റ്റ് ഗാർബേജ് ട്രക്കുകളും ഡെന്നീസീകൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് മെയിൻലി ഗാർബേജ് കളക്ട് ചെയ്യാനുള്ള സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന വണ്ടികളാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന എഞ്ചിൻ വോൾവോൻ്റെയാണ്. വോൾവോൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ വളരെ സ്മൂത്താണ് ഈ വെഹിക്കിൾ. ഇതിന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ യു കെയിലെ ഓൾമോസ്റ്റ് ഹെവി വണ്ടികളെല്ലാം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഇനി നമ്മുടെ ടാക്കോ കാർഡ് ടാക്കോ മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. കാർഡ് ഇൻസേർട്ട് ചെയ്ത പേരും ഡീറ്റെയിലും അതിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ കാർഡ് ലാസ്റ്റ് വിഡ്രോ ചെയ്ത ഡേറ്റും അതിനകത്ത് കാണിക്കും. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അതിനകത്ത് ചേഞ്ചസ് കൊടുക്കുകയും ചെയ്യാം. ഈ വണ്ടിക്ക് ഒത്തിരി ക്യാമറാസ് വരുന്നുണ്ട്. ഡ്രൈവർ അടക്കം 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ ക്യാബിനാണ് ഇതിന് വരുന്നത്. ആസ് യൂഷ്വൽ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന മാതിരി തന്നെ കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. അതിൽ നമ്മുടെ പേര്, ഡീറ്റെയിൽ, വണ്ടിയുടെ കിലോമീറ്റർ, ഡീസലിൻ്റെ അളവ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മാനുവലായിട്ട് എഴുതാനുണ്ട്. അതുപോലെ തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വിട്ട് തന്നെയാണ്. ഡീസലിൻ്റെ അളവ് എന്തോരമുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ആ അളവ് ഇതിനകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നത് കിലോമീറ്ററാണ്. അപ്പോൾ കിലോമീറ്റർ എത്രയും നോക്കിയിട്ട് അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ വാക്കറൗണ്ട് ചെക്കിൽ വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആർട്ട് ബ്ലൂ എന്തോരം ഉണ്ടെന്ന് നോക്കുക, അത് കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റാണ്. ഇപ്പോൾ അടുത്തത് വണ്ടിയുടെ ഹൈറ്റാണ് കൊടുക്കണേ. 3.6 ആണ് വണ്ടിയുടെ ഹൈറ്റ്. അതും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ കൊടുക്കുക. അതിനകത്ത് എല്ലാം വരും. ഹോൺ വർക്കിംഗ് ആണോ, ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണോ, എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇപ്പം ക്ലസ്റ്ററിൽ ഒരു വാർണിംഗ് സൈൻ കാണിച്ചു. അപ്പോൾ അതെല്ലാം എനിക്ക് ഈ സൈറ്റ് വഴി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഡൊമസ്റ്റിക് റൂളിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഞാൻ ഡൊമസ്റ്റിക് റൂളിലേക്ക് എൻ്റെ ടാക്കോ ചേഞ്ച് ചെയ്യാണ്. ഡൊമസ്റ്റിക് റൂളും EU റൂളും രണ്ടാണ്. രണ്ടിന് 2 ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഘടകമാണ് വീൽ നെറ്റ് വണ്ടിയുടെ. ആ വീൽ നെറ്റ് എല്ലാം കറക്റ്റ് അല്ലേ, ലൂസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് ഈ സൈറ്റിലേക്ക്. അപ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വീൽ ക്യാപ്പ് ഇതിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീൽ ക്യാപ്പ് നോക്കിയാൽ നമുക്കറിയാം ഈ വീൽ ക്യാപ്പ് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറിക്കിടന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ആ നെട്ടോ ബോൾട്ടോ ലൂസാണെന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും ഈ ക്യാപ്പ് ഇട്ടുകൊണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഫോട്ടോ എടുത്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. എല്ലാ വീലിൻ്റെയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. കാഴ്ചയിൽ ഇതൊരു കുഞ്ഞു സാധനമാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം ഭയങ്കര വലുതാണ്. ഈ ക്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നും ടോർക്ക് റേഞ്ച് വെച്ച് ടൈറ്റാക്കി നോക്കണം ഈ നെറ്റും ബോൾട്ടൊക്കെ ടൈറ്റ് ആണോ എന്ന്. ഇതുള്ളതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കി വിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈം സേവ് ചെയ്തിട്ടും, അതുപോലെ വാക്കറൗണ്ട് ചെക്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണം. വണ്ടിയുടെ ഡീസൽ ക്യാപ്പൊക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും ലൂസ് ഉണ്ടോ, ടയറുകളെല്ലാം നോക്കണം, മഡ് ഗാർഡ് ഇളക്കമുണ്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് വണ്ടീനെ 15 മിനിറ്റ് നമ്മൾ വാക്കറൗണ്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിലെ ബിന്നെടുക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റം കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യണമെന്ന് രാവിലെ തന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം 1-2 മണിക്കൂർ ദൂരത്തിലാണ് പലപ്പോഴും നമുക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ. അവിടെ ചെന്നതിന് ശേഷമാണ് ഈ കംപ്ലൈൻറ്റ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് വണ്ടി ചേഞ്ച് ചെയ്തെടുക്കലൊക്കെ പോസിബിൾ അല്ല. അതുപോലെ തന്നെ നമ്മുടെ കോവർക്കേഴ്സിനും അത് ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി ടൈം നമ്മുടെ നഷ്ടപ്പെടും. പിന്നെ ആസ് എ ഡ്രൈവർ എന്ന നിലയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. വണ്ടിക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നമ്മളത് പറയുക, അത് റെഡി ആക്കിയിട്ട് വേണം നമ്മൾക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് 2 ലോഡിംഗ് സ്റ്റാഫിനെ നമുക്ക് തരും. അതുപോലെ ഒരു സ്ഥലവും ലൊക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ ഏരിയയിലെ വർക്കാണ് നമുക്ക് തന്നേക്കണമെങ്കിൽ ആ ഏരിയയിലെ വർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ തീർത്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകാം. എന്നാൽ ആ ദിവസത്തെ ഫുൾ അവറിൻ്റെ ക്യാഷ് നമുക്ക് തരുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ പത്രം ഇടുന്ന പോലെ തന്നെയാണ് ഇത്. എത്രയും പെട്ടെന്ന് പത്രം ഇട്ട് തീർത്തണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് പണി തീർത്താൽ അത്രയും നേരത്തെ വീട്ടിൽ പോകാം. അതല്ല, ഇനി എന്തെങ്കിലും വണ്ടി കംപ്ലൈൻറ്റ് എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഡിലേ ആവുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ അവറായിട്ട് നമുക്ക് പേ ചെയ്യുകയും ചെയ്യും.
അങ്ങനെ നമ്മുടെ അലോക്കേറ്റഡ് ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വോൾവോൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് വളരെ സ്മൂത്താണ് ഇത് ഡ്രൈവ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ ഫാസ്റ്റായിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി വർക്ക് തുടങ്ങി. നമ്മുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 2 ലോഡിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അവർ ബിന്നുകളെല്ലാം കളക്ട് ചെയ്ത് വണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കും. ഞാൻ അവർക്ക് ബിന്നെടുക്കാൻ എളുപ്പത്തിന് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കറക്റ്റ് അവരുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കും. ഈ വീഡിയോ കാണുന്ന പോലെ ഒരേ സമയം 2 ബിന്ന് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടിയിലേക്ക് ടിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വണ്ടിയുടെ ക്യാമറ ഞാൻ റിവേഴ്സിൽ ഇവർ ടിപ്പ് ചെയ്യണത് കാണാവുന്ന രീതിയിൽ ആക്കി വെച്ചേക്കുകയാണ്. പൊതുവേ UK ഗവൺമെൻറ് മെയിൻലി വീടുകളിലേക്ക് കൊടുക്കുന്ന 3 ടൈപ്പ് ബിന്നുകളാണ്. ബ്ലാക്ക് ബിന്ന്, പിന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ബിന്ന്, പിന്നെ ഒരു ബ്രൗൺ ബിന്ന് കൂടി കൊടുക്കാറുണ്ട്. അതിലെ ബ്ലാക്ക് ബിന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് അതിനകത്ത് ഇടേണ്ടതെന്ന്. അതിനകത്ത് കൂടുതലും ജനറൽ വേസ്റ്റുകളാണ് വന്നത്. ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബിന്നിലോട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വേസ്റ്റുകളൊന്നും ഇടാൻ പാടില്ല. ഒരു ബ്ലാക്ക് കവറിൽ കെട്ടിയതിന് ശേഷം നമുക്കത് ഇടാൻ പാടുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ബിന്നാണ്. ഇതിനകത്ത് പൊതുവെ ഇടുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പാലിൻ്റെ കുപ്പി, അതുപോലെ ബേസ് ബോർഡ്, അതുപോലെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ക്യാൻ, അങ്ങനത്തെ റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇതിനകത്ത് ഇടേണ്ടത്. അപ്പോൾ കോമൺലി നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്നത് ഈ 2 ടൈപ്പ് ബിന്നുകളാണ്. ഇത് കൂടാതെ നമ്മൾ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രൗൺ ബിന്ന് തരും. ബ്രൗൺ ബിന്ന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ വേസ്റ്റുകൾ ഇടാനാണ്. ഇപ്പോൾ സപ്പോസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ ആ പുല്ലിടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ആ ബിന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പെട്ടെന്ന് പണി തീർത്താൽ പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഈ ബിന്ന് വെറുതെ തള്ളിക്കൊന്ന് ഇതുമ്പോൾ മുട്ടിച്ചാൽ മതി, ബാക്കിയൊക്കെ വണ്ടി നോക്കിക്കോളും. വണ്ടിയുടെ ഹൈഡ്രോളിക് സിസ്റ്റം ഇതിനിങ്ങനെ മറിച്ച് വണ്ടിയുടെ അകത്തേക്ക് ഇട്ട് വണ്ടിയുടെ അകത്തുനിന്ന് ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വെച്ച് ഉന്തി 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 ഒതുക്കി വെക്കുകയാണ് ഈ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിയിൽ ട്രോളി വീലായതുകൊണ്ട് തന്നെ എത്ര ഭാരമുള്ള ബിന്നാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് തള്ളിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. യൂഷ്വലി വീടിൻ്റെ പുറത്ത് വെച്ച ബിന്നെടുത്ത് നമ്മൾ ടിപ്പ് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ വെക്കുക. അതാണ് നമ്മുടെ പാറ്റേൺ. അതല്ലാതെ വീടിൻ്റെ അകത്ത് പോയി നമ്മൾ എടുക്കാറില്ല ബിന്ന്. അതുപോലെ തന്നെ ബിന്നൊന്ന് എടുക്കുമ്പോൾ റഫ്ലി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ബിന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളതെടുത്ത് വണ്ടിയിലേക്ക് ടിപ്പ് ചെയ്യാവൂ. കാരണം എന്തെങ്കിലും റോങ് ആയിട്ട് അവർ ഇട്ടുണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓൾറെഡി വണ്ടിയിൽ ക്യാമറ ഉണ്ട്, എല്ലാം ചെക്ക് ചെയ്യും. പക്ഷേ എങ്കിൽ പോലും നമ്മളൊന്ന് റഫ്ലി ചെക്ക് ചെയ്തിട്ടായിരിക്കും ബിന്ന് ടിപ്പ് ചെയ്യണേ. എന്തിനതെടുത്ത് പുറത്ത് വെച്ചതെന്ന് അറിയില്ല. ആകെ 4 പത്രം മാത്രമേ ബിന്നിനകത്തുള്ളൂ. പക്ഷേ എനിവേ എടുത്തു വെച്ച സ്ഥിതിക്ക് നമ്മളത് എന്തായാലും എടുത്ത് ടിപ്പ് ചെയ്യും. വർഷങ്ങളോളം അവർ ചെയ്തു പോകുന്ന രീതിയാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം. കാരണം എല്ലാ ആഴ്ചയിലും ഒരു ദിവസമായിരിക്കും ഇപ്പോൾ ഈ റൂട്ട് വന്നത്. ആ റൂട്ടിൽ അവർ കൃത്യമായിട്ട് അവരുടെ ബിന്നെടുത്ത് അവർ പുറത്ത് വയ്ക്കും. അപ്പോൾ അതിൽ നിറഞ്ഞോ നിറഞ്ഞില്ലേ എന്ന് അവർ നോക്കില്ല. അവരവരുടെ രീതി അവർ ചെറുപ്പം മുതലേ പഠിച്ചു വന്നേക്കുന്ന രീതിയാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് പാർക്കിംഗ് ആയ കാരണം 2 സൈഡിലും കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കെ കൂടെ ടൈറ്റായിട്ടാണ് വണ്ടി പോണത്. ചില ടേൺ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാക്ക് വശം കറങ്ങി വല്ല വണ്ടിക്കും ടച്ച് ചെയ്യാണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും പല വീടുകൾക്ക് റിനോവേഷൻ പണികൾ ചെയ്യണ കാണാൻ സാധിക്കും. പക്ഷേ ഭയങ്കര സേഫായിട്ട് അവർ ചെയ്യണ സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ട് മറ്റുള്ള വീട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവർ വർക്കൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ അവർ ബാക്കിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 വീട്ടിലെ ബിന്നുകൾ എടുത്ത് ഞാൻ ഒരുമിച്ച് വെച്ച് കൊടുക്കും. കാരണം ഇവിടെ അറ്റ് എ ടൈം നമുക്ക് 2 ബിന്ന് ഒരു സമയം ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിന്നുകളെല്ലാം എടുത്ത് റോഡിലോട്ട് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം റോട്ടിൽ കിടക്കുന്ന വണ്ടികളിലൊന്നും സ്ക്രാച്ച് ആവരുത്. ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. എനിക്ക് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ പുറകിൽ നിന്ന് വിളിച്ചു. വണ്ടി പഞ്ചറായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. രാവിലെ എടുത്തപ്പോൾ വണ്ടിക്ക് ടയറിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പഞ്ചറൊന്നും ഞാൻ കണ്ടില്ല. എന്ത് പറ്റിയെന്ന്. സംഭവം ഒരു ആണി കയറി ഇരിക്കണതാണ്. അപ്പോൾ ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടു ഞാൻ ഒഴിച്ചു നോക്കി. ഇത്ര ഡീസൻ്റ് ആയേക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടു ഒഴിച്ചു നോക്കിയത്. വെള്ളം ഒഴിച്ചു നോക്കിയപ്പോൾ വേറെ ലീക്കേജ് ഒന്നുമില്ല. ആണി അവിടെ സെറ്റായിട്ട് ഇരിക്കണേ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഞാൻ വെള്ളം ഒഴിച്ച് എയർ ലീക്കില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊന്നും അവന് സമാധാനമായില്ല. അവൻ്റെ തുപ്പലം തൊട്ട് നോക്കി എയർ ലീക്കില്ലെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അവന് സമാധാനമായ. സത്യത്തിൽ ഇത്തിരി ഡീസൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. തുപ്പലം തൊട്ട് നോക്കിയാണ് എനിക്കും ശീലം. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനും അവനൊക്കെ ഒരു വേവ് ലെങ്ത്തിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക് സമയമായി. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് വണ്ടി നിർത്തി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇതൊരു പ്രീമിയർ പോലത്തെ ചെറിയൊരു ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ ഓണറും ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം തമിഴ്നാട്ടുകാരാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ്. നമുക്ക് ചിക്കൻ ടിക്കയോ അല്ലെങ്കിൽ ബർഗറോ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ അങ്ങനെ പൊതുവെ വാങ്ങാറ്. You okay, Marga? Okay, okay. You very happy today? Happy. Again, you will come then. Happy.
മൂന്ന് में हिट ഞാൻ ഓവനിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കി തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അവിടെ സ്റ്റാഫിന് ഉപയോഗിക്കുന്ന ഓവൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വെച്ച് എനിക്ക് ചൂടാക്കി തന്നു. ഈ കടയിലുള്ള സ്റ്റാഫുകളെല്ലാം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഞാൻ വാങ്ങിച്ച ചിക്കൻ ടിക്കയൊക്കെ എനിക്ക് എല്ലാം ചൂടാക്കി കറക്റ്റായിട്ട് തന്നു. ഉങ്ങളെ பார்க்க ரொம்ப அழகா இருக்கு. Thank you. ரொம்ப ஹாட்டா இருக்கு போல. Hey, it's okay, തമിഴ് it's okay. പേசுന്നത് പണ്ട് തൊട്ടേ എനിക്ക് ரொம்ப പിടിക്കും. അതുകൊണ്ട് ഞാൻ അവർക്ക് തമിഴിൽ തന്നെ ഒരു കോംപ്ലിമെൻറ്റും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് പോന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡൊക്കെ എടുത്ത് ചൂടാക്കി തന്ന് ഹാപ്പിയാക്കി എന്നെ വിട്ടു. കുറേ നാൾക്ക് ശേഷം ഒരു തമിഴിനെ കണ്ട സന്തോഷത്തിൽ ഞാനും ഒരു പൈത്യക്കാരനെ കണ്ട സന്തോഷത്തിൽ അവരും. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുറത്തെടുത്ത് വെക്കാത്ത ബിന്നുകളൊന്നും നമ്മൾ എടുക്കില്ലെന്ന്. ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. അതായത് ഫിസിക്കലി ഡിസേബിളായ ആൾക്കാരുടെ ലിസ്റ്റ് നമുക്ക് കൗൺസിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ബിന്ന് അവരുടെ ബാക്ക് യാർഡിൽ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ അവിടെ കൊണ്ടുപോയി വെക്കണം. ഫിസിക്കലി ചലഞ്ചിങ് ആയ ആൾക്കാരെ ഇവിടുത്തെ ഗവൺമെൻറ് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രായാധിക്യം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ നടക്കാൻ പറ്റാത്തവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് മൊബിലിറ്റി സ്കൂട്ടർ കൊടുക്കണതാണ്. അതുപോലെ തന്നെ പലർക്കും പാർക്കിംഗ് ഫ്രീയാണ്. ഇതുപോലത്തെ ഡിസേബിലിറ്റി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളവർക്ക് പാർക്കിംഗ് ഫ്രീ ആണ്. അതുകൂടാണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളായിട്ട് കൊടുക്കണ കാണാം നമുക്ക്. അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഡംപിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്താണ് ഡംപ് ചെയ്യേണ്ടത്. ഒരു കൗൺസിലിന് 2-3 ഡംപിങ് യാർഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഡംപിങ് യാർഡിലാണ് ഞാൻ എത്തിയേക്കണത്. ആ ഡംപിങ് യാർഡിലെത്തി ആദ്യം തന്നെ നമ്മൾ വെയിറ്റ് ഫ്രിഡ്ജ് കയറ്റി നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് തൂക്കണം. വെയിറ്റ് തൂക്കി കഴിയുമ്പോൾ നമുക്കൊരു ടാഗ് തരും. ആ ടാഗ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാർഡിൽ വെച്ച് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ടാഗ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഓരോ വണ്ടിക്കും ഓരോ ലിമിറ്റ് ഉണ്ട്, ലോഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലോഡ് ലിമിറ്റിനും മേളിലോട്ട് ലോഡ് വണ്ടിയിൽ കയറ്റാൻ പാടില്ല. അങ്ങനെ വണ്ടിയുടെ വെയിറ്റൊക്കെ തൂക്കി, വെയിറ്റൊക്കെ ഓക്കെയാണ്, ഓവർ വെയിറ്റ് ഒന്നുമല്ല. അതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം ടാഗ് കിട്ടി. ആ ടാഗ് നമ്മൾ കയ്യിലിട്ട് പിന്നെ വീണ്ടും വണ്ടി എടുത്തത് ഓരോ സ്ഥലത്തും ഓരോ റീസൈക്കിളിൻ്റെ ഏരിയകളുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ബിന്നിൻ്റെ വേസ്റ്റ് എവിടെ ഇടണ്ടേ, ഗ്രീൻ ബിന്നിൻ്റെ വേസ്റ്റ് എവിടെ ഇടണ്ടേ, അങ്ങനെ ഓരോ സെക്ഷനുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ലോഡ് അൺലോഡ് ചെയ്യാൻ. നമുക്കിന്ന് ഗ്രീൻ ബിന്ന് അതായത് റീസൈക്കിൾ ബിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് അപ്പുറത്തെ യാർഡിലാണ് തട്ടേണ്ടത്. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ട് തിരിച്ചിട്ട് വേണം അപ്പുറത്തെ യാർഡിലേക്ക് പോകാനായിട്ട്. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എക്സസ് ആയിട്ട് വരുന്ന വേസ്റ്റ്, അതായത് ഇപ്പോൾ ഫ്രിഡ്ജോ ടി വിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിൽ വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കളയാൻ സാധിക്കും. അതിന് വേറൊരു സെക്ഷനാണ്, അപ്പുറത്താണ് അത് കൊണ്ട് കളയണത്. അവിടെ ആളും നിൽപ്പുണ്ടാവും, കൗൺസിലിൻ്റെ സ്റ്റാഫുകൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവർ പറയും എവിടെ എന്തൊക്കെ ഇടണമെന്ന്, അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഒത്തിരി പേര് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ കളയണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റീസൈക്ലിംഗ് ഡംപിങ് യാർഡിലെത്തി. ഇത് ഒരു വലിയ ഗോഡൗണാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ ലോഡ് കയറ്റി അടിച്ചിടുന്നത്. ഇത് വെയിലും മഴയും കൊള്ളാത്തൊരു ഗോഡൗണാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ ക്ലാസ് 1 വലിയ ട്രക്കിനകത്ത് ഇവിടുന്ന് ലോഡ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് വളരെ ചെറിയൊരു യാർഡാണ്. ഇവിടെ ഇത് പ്രോസസ്സ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടുന്ന് കയറ്റി കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ശരിക്കും നമ്മുടെ നാട്ടിലെ ബ്രഹ്മപുരം പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റാണിത്. പക്ഷെ കൃത്യമായ പ്രോസസ്സിങ് നടക്കണതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മപുരം യാർഡ് പോലെ മാലിന്യങ്ങൾ വന്ന് കൂടാത്തത്. ഞാൻ രാവിലെ കൊണ്ടു ഇവിടെ ലോഡ് കിട്ടുമ്പോൾ ഒത്തിരി നിറഞ്ഞു കിടക്കുകയായിരിക്കും, ഇവിടെ നിറച്ചും വേസ്റ്റ് ആയിരിക്കും. പക്ഷെ വൈകിട്ടാകുമ്പോഴേക്കും ഇതെല്ലാം കയറിപ്പോയിട്ടുണ്ട് അവിടെ നിന്ന്. ഇനി ഒരു വൈകിട്ട് 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഫ്ലോറ് പക്ക ക്ലീൻ ആയിരിക്കും. ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, വേറെ ലെവലാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ മറന്നു. ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഇതിനകത്ത് ബാറ്ററി ഇടരുത്. ബാറ്ററി ഇട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ബാറ്ററി ഇട്ടാൽ വണ്ടി അതിനെ പ്രസ് ചെയ്താണ് വണ്ടിയുടെ അകത്ത് കയറ്റുന്നത്. അപ്പോൾ ബാറ്ററിയിൽ ചിലപ്പോൾ കുറച്ച് ചാർജ് ഉണ്ടാവും. ചാർജ് ഇല്ലെങ്കിൽ പോലും വേറെ മെറ്റലൊക്കെ ഇതിനകത്ത് കൂട്ടത്തിലുണ്ട്. അത് വെച്ച് സ്പാർക്കായിട്ട് തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വണ്ടിക്ക് തീ പിടിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ലോഡ് അടിച്ചിടുന്ന സമയത്ത് താഴെ വീഴുമ്പോൾ എന്തെങ്കിലും മെറ്റലായിട്ട് ഉരഞ്ഞ് സ്പാർക്ക് ഉണ്ടായിട്ട് വണ്ടിയും യാർഡൊക്കെ നിന്ന് കത്താൻ ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ അങ്ങനെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്വയറി പോകും. എൻക്വയറി പോയി കഴിഞ്ഞാൽ ഏത് വീട്ടുകാരാണ് ചെയ്തതെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടുകാർക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. ഇനി ഈ അടിച്ചിടുന്ന വേസ്റ്റ് ഓരോ 2 മണിക്കൂറിലും ഈ ക്ലാസ് 1 വണ്ടിയിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എനിക്ക് ഈ ക്ലാസ് 1 വണ്ടിയിൽ ഈ ലോഡെല്ലാം കയറ്റിക്കൊണ്ട് ഡംപ് ചെയ്യുന്ന ഷിഫ്റ്റ് ആയിരിക്കും. പക്ഷേ അതിനേക്കാളും വളരെ എളുപ്പമുള്ള ജോലി ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് ഇവിടുന്ന് പോവാം. പിന്നെ കൂടെ എപ്പോഴും 2 പേര് കാണും. പക്ഷേ മറ്റേത് കമ്പനികളിൽ ഒരുപാട് ഡിലേ ആവാറുണ്ട് ലോഡ് ഇറങ്ങിക്കിട്ടാൻ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ആരും കാണില്ല, എല്ലാത്തിനും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും.
JCBക്കാണ് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യണേ. ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഷീറ്റ് വെച്ച് ക്ലോസ് ചെയ്യും ടോപ്പ്. ഒരു പേപ്പർ കഷ്ണം പോലും റോട്ടിൽ പോകാൻ പാടില്ല. നേരത്തെ മാലിന്യക്കൂമ്പാരം കണ്ട സ്ഥലത്ത് ഇപ്പോൾ നീറ്റായിട്ടല്ലേ കിടക്കണേ. ഇതുപോലെ ആയിരിക്കും വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ഈ ഫ്ലോർ മൊത്തം കിടക്കണത്. പക്ഷെ ഇപ്പം തീർന്നിട്ടില്ല, ഓരോ മണിക്കൂറിലും കയറി പോയിക്കൊണ്ടിരിക്കണുള്ളൂ. വൈകിട്ടാകുമ്പോഴേക്കും ഇതൊക്കെ പക്കയായിട്ട് കിടക്കും. അങ്ങനെ ഇന്നത്തെ വർക്ക് ഏകദേശം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാലിവണ്ടി വെയിറ്റ് ബ്രിഡ്ജ് കയറ്റി തൂക്കി അവിടുത്തെ വെയിറ്റിൻ്റെ റിസീപ്റ്റ് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നില്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഇത് കോടികളുടെ ബിസിനസ് അവിടെ നടക്കുന്നത്. പിന്നെ പോരാത്തതിന് നമ്മുടെ നാട് പക്ക ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ മെയിൻ ഒന്നാണ് ബ്ലാക്ക് ബിന്ന്. അതായത് വീടുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡൊമസ്റ്റിക് വേസ്റ്റ്. ആ വേസ്റ്റ് ഇവിടെ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ബേണാക്കി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ്. ഈ സിസ്റ്റം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നില്ലെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ഇതെല്ലാം ഇവിടെ വന്ന് സ്റ്റഡി ചെയ്ത് പോയേക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ കക്ഷികൾ. ഇപ്പോഴും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതുപോലത്തെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൂടാ? നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് വളരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എനിവേ ഭാവിയിൽ ഇത് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ വെയിറ്റ് ബ്രിഡ്ജ് കയറ്റി വണ്ടിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതോടുകൂടി ഇന്നത്തെ എല്ലാ പരിപാടിയും ഏകദേശം തീരാറായി. അങ്ങനെ ലോഡ് അൺലോഡ് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലെ ബിന്നെടുക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റം നമ്മൾ പൊക്കി വെക്കണം. അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും തട്ടി അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫൈനലി വെയിറ്റ് ബ്രിഡ്ജിൽ നിന്ന് കിട്ടിയ പേപ്പർ നോക്കിയിട്ട് വണ്ടിക്ക് ഫുൾ ലോഡ് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, അത് ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് എന്തോരം വെയിറ്റ് ഉണ്ടെന്നൊക്കെ ഉള്ളത് മാനുവലായിട്ട് നമുക്ക് എഴുതി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ യാർഡിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ്.